ആവറേജ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എ ബി സി ഡി ഇ ഈസ് 45. ഫൈൻഡ് ബി ഇൻറ്റു ഡി. തുടർച്ചയായ 5 ഒറ്റസംഖ്യകളുടെ ശരാശരി ആവറേജ്. ഈ ഏതൊക്കെ ഒറ്റസംഖ്യകൾ? എ ബി സി ഡി ഇ. ഇത് തുടർച്ചയായ 5 ഒറ്റസംഖ്യകളാണ്. ഇതിൻ്റെ ആവറേജ് ശരാശരി നമുക്ക് കിട്ടുന്നത് 45. നമ്മൾ ബിയും ഡിയും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എ ബി സി ഡി ഇ ഇതെന്താണെന്ന് പറയുന്നത്? തുടർച്ചയായ 5 ഒറ്റസംഖ്യകളാണ്. തുടർച്ചയായ 5 ഒറ്റസംഖ്യകളോ, തുടർച്ചയായ 5 ഇരട്ടസംഖ്യകളോ, തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളോ, എണ്ണൽ സംഖ്യകളായാലും ഒറ്റസംഖ്യകളായാലും ഇരട്ടസംഖ്യകളായാലും തുടർച്ചയായ സംഖ്യകൾ തന്നിട്ട് അതിൻ്റെ ആവറേജ് തന്നാൽ നമ്മൾ അതിൻ്റെ നടുവിലത്തെയാണ് ആവറേജ്. ഈ തന്നിട്ടുള്ള സംഖ്യകളില്ലേ, അതിൻ്റെ നടുവിലത്തെയാണ് ആവറേജ്. ഇതിൽ നടുവിലേതാ? സി ആണ്. അപ്പോൾ ആവറേജ് നമുക്ക് തന്നിട്ട് എത്രയാണ്? 45. അപ്പോൾ സിയുടെ വാല്യൂ 45 നമുക്ക് മനസ്സിലായി. അത് ഒറ്റസംഖ്യകളായാലും ഇരട്ടസംഖ്യകളായാലും എണ്ണൽ സംഖ്യകളായാലും ഇത് ബാധകമാണ്. ആവറേജ് ഏതായിരിക്കും? നടുവിലത്തായിരിക്കും ആവറേജ്. അപ്പോൾ നമുക്ക് നടുവിലത്തെ സംഖ്യ കിട്ടി. അപ്പോൾ അടുത്ത സംഖ്യ ഇവിടെ എന്താ വരിക? ഒറ്റസംഖ്യകളല്ലേ? 45. ഇവിടെ 47 ആയിരിക്കും. അവസാനത്തെ 49 ആയിരിക്കും. ഇപ്പുറത്തേക്കോ 43. ബി 43 ആയിരിക്കും. എ 41 ആയിരിക്കും. ഇപ്പോൾ സംഖ്യകൾ കിട്ടി 41, 43, 45, 47, 49. ഇതാണ് ഒറ്റസംഖ്യകൾ. നമുക്ക് എന്താ കണ്ടത്? ബിയും ഡിൻ്റെയും ഗുണനഫലം കാണണം. ബിയും ഡിയും ഗുണിക്കണം. അതായത് 43 × 47 മൾട്ടിപ്ലൈ ചെയ്യണം. 7 3 21, ശിഷ്ടം 2, 7 4 28 2 30, 4 3 12, ശിഷ്ടം 1, 4 16 17, കൂട്ടുമ്പോൾ 1 2 7 3 10 1 2. ഉത്തരം 2021.